സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സഭാപ്രസംഗി 7-ാം അധ്യായം 9-ാം വാക്യം വായിക്കാം. നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത്. മൂഢന്മാരുടെ മാർവിൽ അല്ലോ നീരസം വസിക്കുന്നത്. മൂഢന്മാരുടെ മാർവിൽ അല്ലോ നീരസം വസിക്കുന്നത്. കോപിക്കുന്നവൻ ആരാണെന്നാണ്? മൂഢൻ. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് കോപമേ ഇല്ല എന്ന്, ഞാൻ അല്പം പോലും ദേഷ്യപ്പെടുകയേ ഇല്ല എന്ന്, എന്നെ ആരെങ്കിലും ശല്യം ചെയ്യാൻ വന്നാൽ മാത്രമേ കോപിക്കൂ എന്ന്, എനിക്ക് വെറുതെ കോപം ഉണ്ടാവുകയില്ല, എന്നെ ശല്യം ചെയ്താൽ മാത്രമേ എനിക്ക് കോപം ഉണ്ടാകൂ എന്ന് ചിലർ പറയും. എന്താണ് കോപം അല്ലെങ്കിൽ ദേഷ്യം? ബുദ്ധിഹീനന്റെ ഹൃദയത്തിൽ ഇരിക്കുകയേ ഇല്ല എന്നാണോ പറയുന്നത്? എങ്ങനെയാണെന്നാണ്? അവന്റെ ഹൃദയത്തിൽ നിവസിക്കുന്നു, സുഖമായി നിവസിക്കുന്നു എന്നാണ്. മാളത്തിൽ പാമ്പ് എങ്ങനെ നിവസിക്കുന്നു അതുപോലെ സുഖമായി നിവസിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി വരിഞ്ഞ് തല ഇങ്ങനെ ചുറ്റി സുഖമായിരിക്കും. ആ പാമ്പ് കൊടുത്ത കനം പതിയെ അതിൻ്റെ മൂടി തുറന്നിങ്ങനെ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ബുഷ് എന്നും പറഞ്ഞ് തലയുയർത്തും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അകത്തെ ആരെങ്കിലും തൊടുകയാണെങ്കിൽ, നമ്മെ ആരെങ്കിലും ശല്യം ചെയ്യുവാൻ വരികയാണെങ്കിൽ ബുഷ് എന്നും പറഞ്ഞ് എഴുന്നേൽക്കും. പഴയകാലത്ത് ഭർത്താക്കന്മാരായിരുന്നു ദേഷ്യപ്പെടുന്നത്. എന്നാൽ ഈ കാലത്ത് കഷ്ടം, സ്ത്രീകൾ ചാടി എഴുന്നേറ്റാൽ പിന്നെ ഭർത്താവ് ഏറിയാൽ നിൽക്കുകയില്ലെന്നാണ്. ശരിയാണ് സഹോദരി. അതുകൊണ്ടാണ് കലഹക്കാരിയായ ഭാര്യയോടുകൂടെ വസിക്കുന്നതിനേക്കാൾ നല്ലത് മരുഭൂമിയിൽ പോയി വസിക്കുന്നതാണെന്നാണ്. നോക്കൂ, ഭാര്യയും ഭർത്താവുമായിരിക്കുമ്പോൾ കോപവും ദേഷ്യവുമൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ചിലർ പറയാറുണ്ട്, ഞങ്ങൾ ഒരിക്കലും വഴക്കുകൂടത്തില്ല, എപ്പോഴും ഞങ്ങൾ സ്നേഹപൂർവ്വമാണ് വസിക്കുന്നത്. അതൊക്കെ വെറുതെയാണ്. കാരണം ഭാര്യ ഭർത്താക്കളുടെ മധ്യത്തിൽ സ്നേഹമുള്ളത് കൊണ്ട് അവർ ഉള്ളിൽ ഒന്നും വെക്കുകയില്ല, അവർ അത് വെളിയിൽ പറയും. ചിലപ്പോൾ ഭർത്താവ് കോപിക്കാനിടയാകും, മറ്റു ചിലപ്പോൾ ഭാര്യയായിരിക്കും കോപിക്കുന്നത്. അതിൽ തെറ്റായ ഒന്നുമില്ല. കോപിക്കാൻ അധികാരമില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഭാര്യയ്ക്കും കോപിക്കാൻ കഴിയും, തെറ്റൊന്നുമില്ല. ബൈബിൾ എന്താണ് പറയുന്നത്? നിങ്ങൾ കോപിച്ചാൽ പിന്നെ പാപം ചെയ്യരുത്, പാപം ചെയ്യരുത്. അതായത് നിങ്ങളുടെ കോപം പാപത്തിലേക്ക് വഴിമാറുവാൻ ഇടയാകരുത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, മറ്റൊരു ട്രാൻസ്ലേഷനിൽ പറയുന്നു, പാപവിഷയത്തിൽ അല്ലാതെ മറ്റു വിഷയത്തിൽ കോപിക്കാൻ പാടില്ല. പാപവിഷയത്തിൽ മാത്രം നിങ്ങൾ കോപിക്കുക. അതുമാത്രമല്ല, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെയും നീട്ടിക്കൊണ്ടുപോകുവാൻ പാടില്ല. കോപിക്കുന്നത് കുഴപ്പമില്ല, എന്നാൽ കോപം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കോപം മനസ്സിൽ വെച്ചുകൊണ്ട് നീ ഉറങ്ങാൻ പോവുകയാണെങ്കിൽ, ചില ഭാര്യ ഭർത്താക്കന്മാർ രാത്രി കലഹം ഉണ്ടാക്കിയിട്ട്, ഒരു ഭർത്താവ് ഇപ്രകാരം പറഞ്ഞിട്ട് രാത്രി കലഹം ഉണ്ടാക്കട്ടെ, എനിക്ക് ഉറക്കം വരുന്നത് രാവിലെ നോക്കാമെന്ന്. അതായത് വീണ്ടും രാവിലെ എഴുന്നേറ്റ് വഴക്കുണ്ടാക്കാനാണെന്ന്. എന്താണ്? ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് തന്നെ രണ്ടുപേരും തമ്മിൽ സമാധാനപ്പെടണം. കോപം മനസ്സിൽ വെച്ചിട്ട് കിടന്നുറങ്ങിയാൽ, നിങ്ങൾ ദോശമാവ് കണ്ടിട്ടില്ലേ? സമയം കഴിഞ്ഞാൽ അതിങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. കോപം മനസ്സിൽ വെച്ചുകൊണ്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ രാവിലെയാകുമ്പോൾ അതൊരു പുളിച്ച മാവ് പോലെ രാവിലെ അത് ക്രോധമായി മാറും, അത് വലിയ ഈർഷ്യയായി മാറും. പിന്നീട് അത് കൊലപാതകത്തിലേക്ക് നയിക്കും. കൊലപാതകം ചെയ്യുന്ന ആളുകൾ ഒരു ദിവസം കൊണ്ടല്ല അവർക്ക് ആ ദേഷ്യം ഉണ്ടാകുന്നത്. അവർ ആ ദേഷ്യം ഇങ്ങനെ മനസ്സിൽ കടിച്ചു പിടിച്ചുകൊണ്ട് വെച്ച് ഇരുന്നിട്ട് അവസരം നോക്കിയിട്ട് ഒരാൾ കൊലപാതകം ചെയ്യുകയാണ് ചെയ്യുന്നത്. എത്ര ദയനീയമാണ്. നീ കോപിക്കുന്നത് എന്തിന്? നീ നല്ല കാര്യം ചെയ്താൽ നിനക്ക് സമാധാനമുണ്ടാകുമല്ലോ. കയ്യിന് ദേഷ്യമുണ്ടാകാനുള്ള കാരണം എന്താണ്? ഹാബേലിന്റെ യാഗം ദൈവം അംഗീകരിച്ചു, കയ്യിന്റെ യാഗം അംഗീകരിച്ചില്ല. എന്തിനാണ് കോപം വന്നത്? പോട്ടെ എടാ, നീ എന്താണ് യാഗം കഴിച്ചത്? ഞാനും അതുപോലെ തന്നെ യാഗം കഴിക്കാമെന്ന് പറയാമായിരുന്നു. അല്ലെങ്കിൽ അതിൽ അപ്പോൾ തന്നെ സംസാരിച്ച് തീർത്താൽ കുഴപ്പമില്ലായിരുന്നു. അത് മനസ്സിൽ തന്നെ വെച്ചിട്ട് അവസാനം എന്താണ് സംഭവിച്ചത്? ഒരു ദിവസം കൊന്നുകളയാനിടയായി. ഈ കാലത്ത് ഭാര്യമാരെ കൊല്ലുന്ന ഭർത്താക്കന്മാരുണ്ട്, ഭർത്താക്കന്മാരെ കൊല്ലുന്ന ഭാര്യമാരുണ്ട്, കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നതായ കുടുംബങ്ങളുണ്ട്. എത്ര ഭയങ്കരകരമായ അവസ്ഥ! കോപവും ദേഷ്യവുമെല്ലാം നീ വിട്ടുകളയുക. കോപിക്കുന്നവൻ മൂഢനായ വ്യക്തിയാണ്. നിന്റെ കോപം പോകണമെന്നുണ്ടെങ്കിൽ നീ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ അരികിലേക്ക് വരണം. അവൻ കോപിക്കുകയില്ല, അവൻ നിലവിളിക്കില്ല, അവൻ ഒച്ച വയ്ക്കുകയില്ല, വീഥികളിൽ അവൻ ഒച്ച കേൾക്കുകയുമില്ല.
ഒരു വ്യക്തി കോപിക്കുന്ന സമയം മറ്റുള്ള ഒരു വ്യക്തി സമാധാനിപ്പിക്കുകയാണെങ്കിൽ മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. പറയൂ. കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ദേഷ്യത്തോടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്നിട്ട് ഒരു കഠിനവാക്ക് പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കത്തുവാനിടയാവും, പെട്രോൾ ഒഴിക്കുന്ന പോലെ. ഒരു മൃദുവായ വാക്ക് പറയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? തണുത്തു പോകും. അതുപോലെ ഭർത്താക്കന്മാർ വെളിയിൽ പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ കാലത്ത് ട്രാഫിക് ജാം, പ്രശ്നങ്ങൾ, വഴക്ക്, ചൂട്, വെളിയിൽ പോകുന്നവർക്ക് അത് അറിയാൻ കഴിയും. അവരോട് വഴക്കുണ്ടാക്കി, ഇവരോട് വച്ചുവെച്ച്, എതിരെ വന്ന ബൈക്കുകാരനോട് വഴക്കുണ്ടാക്കി, എന്താണ് ട്രാഫിക് പോലീസുകാരനോട് വഴക്കുണ്ടാക്കി, ജോലി സ്ഥലത്ത് വഴക്കുണ്ടാക്കി, അവസാനം ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ സൊറ 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 എന്ന് പറഞ്ഞ് ഭാര്യ വരും. നിങ്ങളുടെ കാര്യവും കണക്കാണ്. അടുക്കളയിലുള്ള പണിയൊക്കെ ചെയ്ത്, അതുപോലെ റേഷൻ കടയിൽ പോയി വീട്ടിലെ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് വീട്ടിലെ പണികളെല്ലാം ചെയ്തു, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം വൃത്തിയായി നോക്കി, നിങ്ങളും ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ ഭർത്താവിനത് മനസ്സിലാകില്ല. ഭർത്താവ് എന്താണ് പറയുന്നത്? വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുന്ന നിനക്ക് എൻ്റെ കാര്യങ്ങൾ എങ്ങനെ അറിയാമെന്നാണ് ചോദിക്കുന്നത്. വന്ന ഉടനെ എന്തു പറയും? നിനക്കെന്തറിയാം? ഞാൻ ജോലി ചെയ്ത് ക്ഷീണിച്ച് കയറി വരുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന നിനക്ക് ഒരു കോഫി എടുത്തു തരാൻ പോലും കഴിയില്ലേ? ഞാനിവിടെ ചുമ്മാ ഇരിക്കുമൊന്നുമല്ല, ഇവിടെ 100 കൂട്ടം പണികളുണ്ട് എനിക്ക്. നിങ്ങൾക്കെന്തറിയാം എൻ്റെ കഷ്ടതകൾ? എന്നിട്ട് രണ്ടുപേരും തമ്മിൽ തുടങ്ങും യുദ്ധം. അവൻ ദേഷ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെന്നിട്ട്, ശരി കേട്ടോ, ഞാൻ ഇപ്പോൾ കോഫി എടുത്തുകൊണ്ട് വരാം. ആ പെട്ടെന്ന് കൊണ്ടുവാ. ശരി, അങ്ങനെയാകട്ടെ. നിനക്ക് ബുദ്ധിയില്ലേ? ശരി, ബുദ്ധിയില്ല. നിനക്ക് നാണമില്ലേ? ഇല്ല, എനിക്ക് നാണമില്ല. എത്ര പ്രാവശ്യം പറയണം പഞ്ചസാര കൂടുതൽ ഇടലെന്ന്? ശരി, എന്നോടൊന്ന് ക്ഷമിക്ക്, ഞാൻ വേറെ ചായ എടുത്തുകൊണ്ട് വരാം. ആ, പറഞ്ഞത് കേട്ടില്ലേ, വേറെ കൊണ്ടുവരാമെന്ന്. അവക്കൊരു നാണവുമില്ല. നാണമില്ല എനിക്ക്. ഇനി എത്ര നേരം അയാൾ അങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും പറ? ആ, കുറച്ചു നേരം കഴിഞ്ഞിട്ട് അത് നിൽക്കും. പിന്നീട് മാറിയിരുന്ന് ഇങ്ങനെ ചിന്തിക്കും, ഓ, ഭാര്യ അത്രമാത്രം ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടും അവളൊന്നും പറഞ്ഞില്ല, പാവം, കഷ്ടമുണ്ട്. അടുത്ത ദിവസം വരുമ്പോൾ നിനക്ക് നല്ല സാരിയോ മുല്ലപ്പൂവോ അല്ലെങ്കിൽ നല്ല വാച്ചോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും. ശരിയല്ലേ? ഭാര്യ ദേഷ്യപ്പെടുകയാണെങ്കിൽ ഭർത്താവ് മിണ്ടാതിരിക്കോ? കുഴപ്പമില്ല, നിന്റെ ഭാര്യയാണല്ലോ, നിന്റെ വീടാണല്ലോ, നിന്റെ പാതി ശരീരമാണല്ലോ, ആ, അവളാദ്യം മിണ്ടാതിരിക്കട്ടെ എന്ന് പറയരുത്. മൃദുവായ വാക്ക് കോപത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ഈ കാലത്ത് കുടുംബങ്ങളിൽ കലഹം ഉണ്ടാകുന്നതിന് കാരണം ചെറിയ ചെറിയ വിഷയങ്ങളാണ്. എന്നാൽ ചിലർക്ക് ചില സൗകര്യം പെട്ടെന്ന് തലയിൽ കയറി പിടിക്കാടിയും, നിന്നോടുകൂടെ എനിക്ക് താമസിക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. കോപിക്കുന്ന സമയം മൃദുവായി സമാധാനത്തോടെ ഇരുന്നാൽ നല്ലതാണ്. കോപത്തോടെ ചെയ്യുന്നതായ കാര്യങ്ങൾ ജീവിതാവസാനം വരെ മാറാതെ കിടക്കും. ഒരുത്തനിങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് കുളിക്കാൻ പോയപ്പോൾ 100 രൂപ അവിടെ വെച്ചിട്ടാണ് പോയത്. അവിടെ ഉണ്ടായിരുന്ന കൊച്ചുകുട്ടി ആ 100 രൂപ നോട്ടെടുത്ത് പതിയെ കൈ പിടിച്ച് അവസാനം അത് വായിൽ വെച്ചിട്ട് അത് വിഴുങ്ങിക്കളയാനിടയായി. അവൻ വെളിയിലേക്ക് വന്നപ്പോൾ അത് കണ്ട് കോപം വന്നു. ആ 100 രൂപയ്ക്ക് ചാരായം വാങ്ങി കുടിക്കാൻ വേണ്ടി ആലോചിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ദേഷ്യത്തോട് വന്നിട്ട് കൈവീശിയ കുഞ്ഞിൻ്റെ ചെവിക്കലിട്ട് ആഞ്ഞടിക്കാനിടയായി. അങ്ങനെ അടി കിട്ടിയപ്പോൾ എന്ത് പറ്റിയതറിയാമോ? ആ കുഞ്ഞ് താഴെ വീണ് മരിക്കാനിടയായി. അതിനുശേഷം ജീവിതാവസാനം വരെ കരയുവാനിടയായി. എന്തുകൊണ്ടാണ്? ഈ ക്ഷണികമായ കോപം കൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കോപിക്കുന്ന ആളുകൾ മൂഢന്മാരാണ്. എന്തു ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. കോപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എത്രമാത്രം ക്ഷീണമുണ്ടാകും? 5 മിനിറ്റ് കൊണ്ട് കോപിക്കുന്ന വ്യക്തിക്ക് അത്രമാത്രം ക്ഷീണമുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു നോക്കുക. ഈ എന്ന് പറഞ്ഞിട്ട് കുടിക്കാൻ വെള്ളം താന്ന് പറയും. എന്തോ വലിയ കാര്യം ചെയ്തിട്ട് വന്നതുപോലെ, എന്തോ വലിയ കഷ്ടപ്പാട് ചെയ്തിട്ട് വന്നതുപോലെ. രക്തം മുഴുവൻ ചൂടാകാനിടയാകും, BP കൂടാനിടയാകും. അടുത്ത പ്രാവശ്യം ആരെങ്കിലും കോപിച്ചാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നേരെ ഒരു കണ്ണാടി കൊണ്ടിട്ട് അവരെ കാണിച്ചാൽ മതി. കോപിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖം എങ്ങനെയാകുമെന്ന് അറിയാമോ? കണ്ണ് മുഴുവൻ ചുമപ്പിച്ചുകൊണ്ട് പല്ല് കടിച്ചുകൊണ്ട് വെച്ചിട്ട് അത് അവസാനം അവന് കാണുവാൻ കഴിയാതെ മുഖം വെട്ടിക്കുന്നത് കാണാം. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അങ്ങനെ ചെയ്തു നോക്കൂ. കോപം മനുഷ്യനെ മൃഗീയമാക്കി മാറ്റുന്നു, ബുദ്ധിഹീനനാക്കി മാറ്റുന്നു. കോപിക്കുന്ന മനുഷ്യൻ മൂഢനാണ്. ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നതായ വ്യക്തി ബുദ്ധിഹീനനാണ്. ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നതായ വ്യക്തി മൂഢനാണ്. ബുദ്ധിഹീനന്മാർ അസൂയപ്പെടുവാനിടയാകും. അപ്പോൾ അസൂയപ്പെടുന്നവർ ആരാണ്? മൂഢനാകുന്നെന്ന് പറയും. അസൂയ എന്ന് പറഞ്ഞാൽ അറിയാമോ? അത് കറുത്തതാണോ, വെളുത്തതാണോ, ഉയരമുള്ളതാണോ, ചെറുതാണോ പറയാമോ? അറിയില്ല. അവരുടെ മനസ്സിൽ
അസൂയ എങ്ങനെ വന്നുവെന്ന് പോലും അറിയില്ല. ഒരാളെ പുകഴ്ത്തുന്നത് കേട്ടാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കോപമുണ്ടാകുന്നത്? എന്താണ് ഈ കറി ഇങ്ങനെ വെച്ചിരിക്കുന്നത്, എൻ്റെ അമ്മയാണെങ്കിൽ എത്ര നല്ലോണം വെക്കുമെന്ന് നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു നോക്കൂ, അപ്പോൾ അറിയാം. എങ്കിൽ പിന്നെ അങ്ങോട്ട് പോയിക്കോ, അവർ ഭക്ഷണം വെച്ചു തരാൻ പറയൂ, അങ്ങനെ പറയത്തില്ലേ? അതാണ് അസൂയ എന്ന് പറയുന്നത്. അതല്ലാതെ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പോയി ഞാനും പഠിക്കാം കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ നീ ആരാണ്? നല്ല മനസ്സുള്ളവളാണ്. ഭാര്യ ആരെയെങ്കിലും പുകഴ്ത്തിയാൽ മതി ഭർത്താവിന് എത്ര കോപമുണ്ടാകുമെന്നറിയാമോ? ഒറ്റ വാക്ക് മതി. എന്നെക്കാൾ വലിയവനാണോ, അവനെ നീ നോക്കിയോ എന്ന് ചോദിക്കാനിടയാകും. അതെന്താണ് ഇങ്ങനെ ദേഷ്യമുണ്ടാകുന്നത്? എന്തായാലും അസൂയയ്ക്ക് ഇടം കൊടുക്കുകയാണ് ഇപ്പോൾ മനുഷ്യർ. ദാവീദ് 10,000 കൊന്നുവെന്ന് പറയുന്നതായ സമയത്ത് ഒരാൾക്ക് ദേഷ്യം കേറി വന്നു. ആർക്കാണ്? ശൗലിന്. അസൂയയാൽ നിറഞ്ഞു. അവൻ ആരാണ്? അവനൊരു കൊച്ചു പയ്യനാണ്, ആടിനെ നോക്കിക്കൊണ്ട് നടക്കുന്ന ചെക്കനാണ്. എന്നെക്കാൾ വലിയവനാണോ? എന്നെക്കാൾ വലിയ കാര്യം അവൻ ചെയ്തോ? ഇവനെന്താ ഇങ്ങനെ പാടുന്നത് എന്ന് പറഞ്ഞ് അവൻ കോപത്താൽ നിറയുന്നതായ സമയത്ത് വേദപുസ്തകം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുപോയി. അസൂയയുള്ളവരുടെ മനസ്സിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുവാൻ കഴിയുകയില്ല. ഓർക്കണം, കോപിക്കുന്ന ആളുകളുടെ മനസ്സിൽ ദൈവത്തിന്റെ ആത്മാവ് ഇരിക്കുകയില്ല. നിന്നിൽ വിശ്വാസമില്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ഉണ്ടായിരിക്കുവാൻ കഴിയില്ല. ദൈവത്തിന്റെ ആത്മാവ് മാറിപ്പോയപ്പോൾ ദുരാത്മാവ് വന്നിട്ട് ശൗലിനെ പിടിക്കാനിടയായി. നിന്റെ ദേഷ്യപ്പെടുന്ന സ്വഭാവം, നിന്റെ അസൂയ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചുവെന്ന് പറഞ്ഞൊരുവൻ. ആ പെൺകുട്ടിക്ക് അവനെ തിരിച്ച് ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ആസിഡ് കൊണ്ടുവന്നിട്ട് അവിടെ മുഖത്ത് ഒഴിക്കും. അവൻ സ്നേഹിക്കുകയായിരുന്നോ അതോ അവളെ വെറുക്കുകയായിരുന്നോ? എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നീ മറ്റാരെയും കല്യാണം കഴിക്കാൻ പാടില്ല. അത് അസൂയയാണ്. അത് പിശാചിന്റെ സ്വഭാവമാണ്. നശിപ്പിക്കുന്നതെല്ലാം പിശാചിന്റെ സ്വഭാവം ആണ്. അസൂയ ഉള്ളവർ, ബുദ്ധിയില്ലാത്തവർ, മൂഢന്മാരാണ് അസൂയ ഉള്ളവർ. പറയൂ, 5 കൂട്ടർ ആരാണ്? 4 പേരുടെ കാര്യം പറഞ്ഞു. ദൈവമില്ലെന്ന് മനസ്സിൽ വിചാരിക്കുന്ന ആളുകൾ, വെളിയിൽ പറയുന്നവരല്ല, മനസ്സിൽ വിചാരിക്കുന്ന ആളുകൾ ബുദ്ധിഹീനരാണ്. ചീത്തക്കാര്യങ്ങൾ മടികൂടാതെ ചെയ്യുന്നവർ ബുദ്ധിഹീനരാകുന്നു. കോപിക്കുന്നവർ ബുദ്ധിഹീനരാകുന്നു. അസൂയപ്പെടുന്നവർ ബുദ്ധിഹീനർ ആകുന്നു. നോക്കൂ, നമ്മുടെ ദേശത്ത് ആരെങ്കിലും ഒരു 2 നില വീട് വെച്ചാൽ, അല്ലെങ്കിൽ നല്ലൊരു കാർ വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ ഒരു നല്ല പുതിയ ഫ്ലാറ്റ് വാങ്ങിച്ചാൽ, അവർക്ക് നല്ല പണം ഉണ്ടാവുകയാണെങ്കിൽ, അവർക്ക് നല്ല ആസ്തി ഉണ്ടാവുകയാണെങ്കിൽ കാണുന്നവർ എന്താണ് പറയുന്നത്? ഓ, അവൻ്റെ ഭാഗ്യമാണ് കേട്ടോ. ബൈബിളിൽ പറയുന്നു, ഒരാൾക്ക് നല്ല വിളവ് ലഭിക്കാനിടയായി. കളപ്പുരയിൽ സ്ഥലമില്ല, പുതിയ കളപ്പുര കെട്ടിവെച്ചിട്ട് ധാന്യമെല്ലാം അതിൽ അടുക്കി വെച്ചിട്ട് ചാരു കസേരയിൽ സുഖമായി ഇരുന്നിട്ട്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത് എന്ന് പ്രാർത്ഥിച്ചോ? എന്താണ് അവൻ പറഞ്ഞത്? നല്ല വിളവ് ലഭിച്ചപ്പോൾ എൻ്റെ ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്നാണോ പറഞ്ഞത്? ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ നീ എന്താണ് പറയേണ്ടത്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്നിട്ട് അതിൻ്റെ ദശാംശം ദൈവത്തിന് കൊടുക്കണം. അതിൻ്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് കൊടുക്കണം. പിന്നീട് നീ ദൈവത്തെ ആരാധിക്കണം. എന്നാൽ ഇവനെന്താണ് ചെയ്തത്? എല്ലാം കൊണ്ട് കളപ്പുരയിൽ കൂട്ടിവെച്ചിട്ട് തന്നോട് തന്നെ അവനിങ്ങനെ പറയുകയാണ്, നീ തിന്നൂ, നീ കുടിക്കുക, നീ ആനന്ദിക്കുക, അനേകം വർഷങ്ങളിലേക്ക് അനുഭവിക്കാനുള്ള സമ്പത്തെല്ലാം ഞാനിങ്ങനെ കൂട്ടിവെച്ചിരിക്കുന്നു. ദൈവം എന്താണ് അവനോട് പറഞ്ഞത്? എന്താണ് ദൈവം അവനെ വിളിച്ചത്? എടാ മൂഢ, ബുദ്ധി ഇല്ലാത്തവനെ, വിവരം കെട്ടവനെ, ഈ രാത്രിയിൽ നിന്റെ പ്രാണൻ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, നീ സമ്പാദിച്ചു വെച്ചതൊക്കെ ആർക്കാകും? ഞങ്ങളുടെ പാപങ്ങളെ കഴുകണമേ, ഞങ്ങളുടെ ദോഷങ്ങളെ കഴുകണമേ, നിനക്കിഷ്ടമില്ലാത്ത ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ, ബുദ്ധിഹീനമായ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, ജ്ഞാനമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ ദിനങ്ങളെ എണ്ണുവാനുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ, ഉയരത്തിൽ നിന്ന് വരുന്ന പവിത്രമായ സത്യമായ ദൈവത്തിന്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെയെല്ലാം നീ നിറയ്ക്കുമാറാകണമേ. പാപത്തിന്റെ ചങ്ങലിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ കഴിയാത്ത, ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാത്തതായ, നിരാശപ്പെട്ടു പോയ വ്യക്തികൾ ഇവിടെയുണ്ടെങ്കിൽ
അതുപോലെ ഇവിടെയുള്ളവരുടെ ബന്ധുക്കൾ അവരുടെ ഭവനങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് അവരുടെ ജീവിതത്തിൽ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകുമാറാകട്ടെ. അവരെ ആ പാപത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വിടുവിച്ചിട്ട് പുതിയൊരു ഹൃദയം അവർക്ക് നൽകുമാറാകണമേ. യൗവനക്കാരെ നീ വിടുവിക്കണമേ. യൗവന ഇച്ഛകളാൽ, യൗവന മോഹങ്ങളാൽ പോരാടുന്ന നിന്റെ മക്കളെയെല്ലാം നീ വിജയിപ്പിക്കുമാറാകണമേ. ജോലി ഇല്ലാതെ, അതുപോലെ വ്യാപാരം നഷ്ടത്തിൽ ആയവർ, വഞ്ചിക്കപ്പെട്ടുവെന്ന്, പറ്റിക്കപ്പെട്ടുവെന്ന് പറയുന്ന വ്യക്തികൾ, പലവിധമായ രോഗത്തിന്റെ പിടിയിൽ അമർന്നിട്ട് വേദന അനുഭവിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണോ ഇന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകുമാറാകട്ടെ. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ചിട്ട് സകല സത്യത്തിലും വഴി നടത്തണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.